ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാളിൻ്റെ സന്ധ്യാ നമസ്കാരത്തിൽ ചൊല്ലുന്ന സെദ്രായിലെ ഒരു ഭാഗം പ്രകാരമാണ്: പുത്രനോടൊന്നിച്ച് സ്വർഗത്തിൽ വിശ്രമിപ്പാൻ വേണ്ടി പിതാവിൻ്റെ നിയോഗത്താലും കൃപയാലും നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് പറയുന്നതാണ്: പുത്രനോടൊന്നിച്ച് സ്വർഗത്തിൽ വിശ്രമിപ്പാൻ വേണ്ടി പിതാവിൻ്റെ നിയോഗത്താലും കൃപയാലും നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇന്ന് ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഓർമ്മയാണ്. ഒപ്പം പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ ഓർമ്മ കൂടിയാണ്. ഈ രണ്ട് ദിനവും കൂടി ഒന്നിച്ചു വരുമ്പോൾ ഈ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം വൈദേശിക അടിമത്തത്തിലായിരുന്ന ഭാരതീയരായ നമുക്ക് രാജ്യസ്നേഹികളായ, ദേശസ്നേഹികളായ അനേകായിരങ്ങളുടെ സഹനവും മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആ ശ്രേഷ്ഠ വ്യക്തികളുടെ സഹനവും രക്തസാക്ഷിത്വവും മൂലം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ, പാപത്തിൻ്റെ അന്ധകാരത്തിലായിരുന്ന മാനവകുലത്തിന് മുഴുവൻ പാപമോചനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് യേശുമ്പുരാൻ്റെ കുരിശിലെ ആ പരമയാഗത്താലാണ്. ആ യേശുമ്പുരാന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം മുഖാന്തരമാകുന്നത് പരിശുദ്ധ ദൈവമാതാവാണ്. ആ യേശുമ്പുരാന് ഇറങ്ങി വസിക്കുവാൻ തക്കവണ്ണം ഒരു ആലയമായി തീരുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരമാണ്, ശരീരമാണ്. ആ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ ഓർമ്മയാണിന്ന്. അതുകൊണ്ട് ഈ രണ്ട് ദിനങ്ങളും കൂടി ഒന്നിച്ചു വരുമ്പോൾ ഈ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശൂനോയ പെരുന്നാൾ. ശൂനോയ എന്ന വാക്കിൻ്റെ അർത്ഥം ഡിപ്പാർച്ചർ എന്നാണ്, വാങ്ങിപ്പ് എന്നാണ്, സ്വർഗാരോഹണം എന്നല്ല. നമ്മുടെ കർത്താവ് മാത്രമേ സ്വർഗാരോഹണം ചെയ്തിട്ടുള്ളൂ. അതിനാണ് അസെൻഷൻ. അതിന് പറയുന്നത് സുലൂക്കോ എന്നാണ്. നമ്മുടെ മാതാവ് എടുക്കപ്പെടുകയാണ്. അതിന് പറയുന്നതാണ് ശൂനോയ പെരുന്നാൾ, വാങ്ങിപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം അവിടെ വായിക്കുന്നത്: പുത്രനോടൊന്നിച്ച് സ്വർഗത്തിൽ വിശ്രമിപ്പാൻ വേണ്ടി പിതാവിൻ്റെ നിയോഗത്താലും കൃപയാലും നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗീയ സൈന്യത്തിൽ എടുക്കപ്പെടുകയാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്: ഈ ദിവസം വാനസേനകൾ നിന്റെ ശരീരത്തിൻ്റെ ആദരവിനായി ഇറങ്ങി വന്നു. സ്ലീഹന്മാർ സംസ്കാര ശുശ്രൂഷ നടത്തി. സ്വർഗം അവളെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം നമ്മുടെ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. കാരണം ഈ ഭൂമിയിലെ കൃമികീടങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, മണ്ണിൽ വിട്ടുകൊടുക്കാതെ പുത്രൻ തമ്പുരാൻ സ്വർഗീയ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മാതാവിൻ്റെ ശരീരം എടുക്കപ്പെടുകയാണ്. കാരണം നമ്മുടെ കർത്താവ് ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും വിശുദ്ധമാണ്. കർത്താവ് ജനിച്ച കല്ലിടാവ് വിശുദ്ധമാണ്. നമ്മുടെ കർത്താവ് മരിച്ച കുരിശ് വിശുദ്ധമാണ്. നമ്മുടെ കർത്താവ് സ്ഥാപിച്ച കുർബാന വിശുദ്ധമാണ്. നമ്മുടെ കർത്താവ് കബറടങ്ങിയ ആ കല്ലറ, കല്ലറയെന്ന് പറയുന്നത് വിശുദ്ധമാണ്. അതുകൊണ്ട് കർത്താവ് ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും വിശുദ്ധമായതുപോലെ നമ്മുടെ കർത്താവ് ഇറങ്ങി വസിച്ച ആലയമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതും വിശുദ്ധമാണ്. ആ ശരീരത്തെ ഈ ഭൂമിയിലെ കൃമികീടങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, മണ്ണിന് വിട്ടുകൊടുക്കാതെ പുത്രനോട് ഒരുമിച്ച് സ്വർഗത്തിൽ വിശ്രമിപ്പാൻ വേണ്ടി പിതാവിൻ്റെ കൃപയാലും നിയോഗത്താലും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ശൂനോയ പെരുന്നാൾ എന്ന് പറയുന്നത് മാതാവിൻ്റെ വാങ്ങിപ്പാണ്, മാതാവിൻ്റെ ഡിപ്പാർച്ചറാണ്. ശൂനോയ പെരുന്നാളാണ്. ശൂനോയ എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പ്. നമ്മുടെ മാതാവിൻ്റെ ആ നിര്യാണകാലമായപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ യെരുശലേമിലെത്തുകയും ആ നിര്യാണം പ്രാപിപ്പാൻ പോകുന്ന ആ മാതാവിന് ചുറ്റുവരുന്ന സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ നിര്യാണം കാണുവാൻ അവർക്ക് ഭാഗ്യമുണ്ടായി. അവർ യഹൂദ മതാചാരപ്രകാരം മാതാവിനെ ഗെത്സമന തോട്ടത്തിൽ അടക്കി. അങ്ങനെ അടക്കി അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്.
എന്നാൽ തോമാസ് ലീഗ, ഇന്ത്യയിലായിരുന്ന തോമാസ് ലീഗ അവിടെ എത്തപ്പെടുവാൻ താമസിച്ചു. വാനമേഘങ്ങളിൽ തോമാസ് ലീഗ ഇങ്ങനെ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഇങ്ങനെ വഴിമധ്യേ വാനമേഘങ്ങളിൽ ഇങ്ങനെ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രാമധ്യേ തോമാസ് ലീഗ കാണുകയാണ് സ്വർഗീയ സൈന്യം നമ്മുടെ മാതാവിനെ സ്വർഗത്തിലേക്ക് സ്തുതിഗാനങ്ങൾ, സ്തോത്രഗാനങ്ങൾ പാടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തോമാസ് ലീഗ ഇങ്ങനെ കൈകൂപ്പി വിഷമിച്ച് നിൽക്കുമ്പോൾ മാതാവ് ഈ തോമാസ് ലീഗയുടെ വിഷമം കണ്ടുകൊണ്ട് മാതാവ് തോമാസ് ലീഗയോട് സംസാരിക്കുകയും ആ തോമാസ് ലീഗയുടെ സന്തോഷത്തിന് വേണ്ടി ആ മാതാവിൻ്റെ ഇടക്കെട്ടും റൂമാലും തോമാസ് ലീഗയ്ക്ക് കൊടുക്കുകയും ചെയ്യുക. ഒത്തിരി സന്തോഷത്തോടെ തോമാസ് ലീഗ ആ ഇടക്കെട്ടും റൂമാലുമായിട്ട് യെരുശലേമിലെത്തുകയാണ്. യെരുശലേം എത്തുമ്പോൾ മറ്റ് ശിഷ്യന്മാർ തോമാസ് ലീഗയോട് പറയുകയാണ്, മാതാവ് നിര്യാണം പ്രാപിച്ചു, ഞങ്ങൾ ആ മാതാവിനെ അടക്കിയെന്ന് പറയുമ്പോൾ തോമാസ് ലീഗ പറയുകയാണ്, ആ മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് ഞാൻ കണ്ടു, വഴിമധ്യേ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഈ ശിഷ്യന്മാർ വിശ്വസിക്കുന്നില്ല. ഏകദേശം അതേ സമാനമായ സംഭവം തോമാസ് ലീഗ ഇല്ലാത്ത സമയത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് മറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും ആ വിവരം തോമാസ് ലീഗയോട് പറയുമ്പോൾ തോമാസ് ലീഗ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെ ഇവിടെ തോമാസ് ലീഗ പറയുകയാണ്, ഞാൻ മാതാവിനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ മറ്റ് ശിഷ്യന്മാർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാതിരിക്കുമ്പോൾ ഈ തോമാസ് ലീഗ ഈ റൂമാലും ഈ ഇടക്കെട്ടും കാണിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് മറ്റ് ശിഷ്യന്മാരെല്ലാവരും കൂടി പോയി ഈ മാതാവിൻ്റെ കല്ലറ തുറക്കുമ്പോൾ ആ കല്ലറ ശൂന്യമായിരുന്നു, മാതാവ് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് സാക്ഷീകരിക്കുന്നത്, തെളിവ് നൽകുന്നത് തോമാസ് ലീഗയാണ്. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാസ് ലീഹായ്ക്ക് ആ മാർത്തോമാസ് ലീഹായെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മുടെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിവ് സഹിതം ലോകത്തിന് കാണിച്ചു കൊടുത്തതും മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തതും തോമാസ് ലീഹയാണ്. ഈ രണ്ട് സംഭവങ്ങളും കാണുവാനുള്ള ഭാഗ്യം കിട്ടിയത് തോമാസ് ലീഹയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ മാതാവിൻ്റെ ഈ ശൂനോയ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ ഈ മാതാവിൻ്റെ ആ മധ്യസ്ഥത നമുക്ക് കൊണ്ടയാകണം. മാതാവിൻ്റെ ആ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തുവാനാകണം. കാരണം മാതാവ് വിശുദ്ധിയോടെ, സമർപ്പണത്തോടെ, ഇങ്ങനെ താഴ്മയോടെ ദൈവമുമ്പാകെ ആയിരുന്നപ്പോൾ ഭാഗ്യവതി എന്ന് ആ ഒരു സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുവാൻ തക്കവണ്ണം ആ ഒരു ആത്മീയ ഔന്നത്യത്തിലേക്ക് മാതാവ് എത്തപ്പെടുമ്പോൾ നമുക്കും ആ ഒരു ആത്മീയ തലത്തിലേക്ക് സകല തലമുറകളും ഭാഗ്യവതി എന്ന് മാതാവിനെ വാഴ്ത്തിയെങ്കിൽ നമുക്കും ആ ഒരു തലത്തിൽ ആത്മീയ തലത്തേക്ക് വളരുവാൻ സാധിക്കും. ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന ഒരു ആത്മീയ തലത്തിലേക്ക്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ വിശുദ്ധിയോടും താഴ്മയോടും സമർപ്പണത്തോടും കൂടി, ശാരീരികമായ മാനസികമായ വിശുദ്ധിയോടുകൂടി നമ്മൾ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, ആ കുർബാന സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ കർത്താവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ കർത്താവിനെ നമ്മുടെ ഉള്ളിൽ വഹിക്കുകയാണ്. ആ കർത്താവിനെ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, നമ്മളെ കർത്താവിനെ വഹിക്കുമ്പോൾ നമ്മളും ഇതാ ആ മാതാവിൻ്റെ ആ ഒരവസ്ഥയിലേക്ക് സകല ധർമ്മങ്ങളും ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന ആ ഒരു ആത്മീയ ഔന്നത്യത്തിൽ നമ്മൾ വളരുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആ കുർബാന സ്വീകരണം എന്ന് പറയുന്നത് വിശുദ്ധിയോടെ, താഴ്മയോടെ, സമർപ്പണത്തോടെ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ നമ്മളും മാതാവിനെ പോലെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന ഒരു ആത്മീയ തലത്തിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമത് മാതാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപേക്ഷാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവം മുൻപാകെ അപേക്ഷാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഏവരെക്കാളും അപേക്ഷാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ കാനാവിലെ കല്യാണ വിരുന്നിൽ കാണുന്നത്. മറ്റനേകം ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെങ്കിൽ തൻ്റെ പുത്രനോട് ചെന്ന് സ്വാതന്ത്ര്യത്തോട് സംസാരിക്കുവാനായത് മാതാവിന് മാത്രമാണ്. അവർക്ക് വീഞ്ഞയില്ല എന്ന് പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കുന്ന ഒരു ദൈവം തമ്പുരാൻ, ഒരു പുത്രൻ തമ്പുരാൻ. ആ അപേക്ഷാ സ്വാതന്ത്ര്യം മാതാവിന് മാത്രമേ ഉള്ളൂ. ആ ഒരു അപേക്ഷാ സ്വാതന്ത്ര്യം നമുക്കും ഉണ്ടാകും. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും, ഇവിടെ ആ കാനാവിലെ കല്യാണം വരുന്നതിൽ ആ മറ്റുള്ളവരുടെ പ്രയാസം, ആ വീട്ടുകാരുടെ പ്രയാസം മാതാവിൻ്റെ വിഷമവുമായി മാതാവ് ഏറ്റെടുക്കുകയാണ്.
ഏറ്റെടുത്ത് കർത്താവിനോട് പറയുന്നത് പോലെ നമുക്കും മറ്റുള്ളവരുടെ സഹനങ്ങൾ, അപരൻ്റെ വിഷമങ്ങൾ, നമ്മുടെ സഭയുടെ, സമൂഹത്തിൻ്റെ, ഇടവകയുടെ ഒക്കെ പല ആൾക്കാരുടെയും വിഷമങ്ങൾ അവർ നമ്മുടേതായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വിഷമം നമ്മുടെ വിഷമമാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ദൈവമുമ്പാകെ അവരുടെ വിഷമങ്ങൾ സമർപ്പിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും മാതാവിനെ പോലെ അപേക്ഷാ സ്വാതന്ത്ര്യമുള്ളവരായി തീരുകയാണ്. മൂന്നാമത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേകത നിത്യകന്യകയായിരുന്നു. ആ നിത്യകന്യകത്വം എന്ന് പറയുന്നത് ദൈവത്തെ മാത്രമേ മാതാവ് അറിഞ്ഞിരുന്നുള്ളത്. ഈ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ, അതാണ് നമ്മൾ, ഈ ലോകം എന്ന് പറയുന്നത് കളങ്കപ്പെട്ടതാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ ലോകത്തിൻ്റെ കളങ്കം നമ്മിൽ പറ്റാതെ നമ്മെ തന്നെ കാക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതാണ് നിത്യകന്യാകത്വം എന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ ആ കളങ്കം പറ്റാതെ നമ്മെ തന്നെ കാത്തുകൊണ്ട് ആ മാതാവിനെ പോലെ വിശുദ്ധിയോടെ, സമർപ്പണത്തോടെ, താഴ്മയോടെ ജീവിക്കുന്ന ഒരു അനുഭവം, അതാണ് നിത്യകന്യാകത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അനുഭവങ്ങൾ, ഈ ഒരു ആത്മീയത മാതാവ് ജീവിച്ച് കാണിച്ചു തന്ന ആ ഒരു ആത്മീയ ഔന്നത്യത്തിലേക്ക് വളരുവാൻ, അതായത് ആ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന ഒരു ആത്മീയ തലത്തിലേക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ തലത്തിലേക്ക്, നിത്യകന്യാകത്വം, അതായത് ഈ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ നമ്മെ തന്നെ കാക്കുന്ന ഒരു നിത്യകന്യാകത്വം എന്ന ഒരു ആത്മീയ തലത്തിലേക്ക്, ആത്മീയ ഔന്നത്യത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ഈ ശൂന്യ പെരുന്നാൾ നമുക്ക് ഇടയാകട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥം കോട്ടയായിരിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.